ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റാണ് വാട്ടർ അല്ലെങ്കിൽ വെള്ളം. നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസിൽ ഇപ്പോൾ കുളിക്കാനാണെങ്കിൽ, കുടിക്കാനാണെങ്കിൽ, ഫുഡ് ഉണ്ടാക്കാനാണെങ്കിൽ, കുപ്പായ ഇറക്കാനാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് നോർമലായിട്ടുള്ള വാട്ടർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഡേ ടു ഡേ നമുക്ക് നോക്കാം, പോപ്പുലേഷൻ ആസ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് വെള്ളത്തിൻ്റെ ആവശ്യം കൂടി വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ നമുക്ക് റെഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പല സ്റ്റെപ്സുകളുണ്ട്, പല ടൈപ്പിലുള്ള നമ്മൾ റെസ്ട്രിക്ഷൻസ് എടുക്കേണ്ടി വരും. സോ നോക്കാം, ഈ വേൾഡിൽ 73% ഓഫ് വാട്ടർ ആണെങ്കിലും അതിൽ 3-4% മാത്രമായിരിക്കും നമ്മൾ കൺസ്യൂം ചെയ്യാൻ പറ്റുന്നതോ നമുക്ക് നമ്മുടെ ബോഡിക്ക് ആവശ്യമായ രീതിയിൽ കൺസ്യൂം ചെയ്യാൻ പറ്റുന്നത് 3-4% മാത്രമായിരിക്കും. പക്ഷേ ആസ് പോപ്പുലേഷൻ ഇൻക്രീസസ്, ആസ് ടൈം ഇൻക്രീസസ്, ആ വാട്ടർ എമൗണ്ട് കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. ഗ്ലോബൽ വാർമിംഗ് കാരണം ഇപ്പോൾ റെയിൻറ്റും അതേപോലെ വെതർ ചേഞ്ചസ് നടക്കുന്നത്, ക്ലൈമറ്റ് ചേഞ്ചസ് നടക്കുന്നത് നമുക്ക് ഒരു ടൈപ്പ് ഇറഗുലർ ഫോമിലാണ്. സോ നമുക്ക് പറയാൻ പറ്റില്ല എപ്പോൾ ആയിരിക്കും നമ്മുടെ ഈ എർത്തിൽ നിന്ന് വെള്ളത്തിൻ്റെ എക്സ്റ്റൻഷൻ നടക്കുക, നമ്മുടെ നോർമൽ വാട്ടറിൻ്റെ എക്സ്റ്റൻഷൻ നടക്കാനുള്ള ടെൻഡൻസി എന്ന് പറയുന്നത് ഇപ്പോൾ ഹയസ്റ്റ് ഫോമിലായിരിക്കും. സോ ഇപ്പോൾ തന്നെ നമ്മൾ സ്റ്റെപ്സ് എടുക്കണം ആ വാട്ടറിനെ കൺസേർവ് ചെയ്യാനുള്ളതായിരിക്കും. സോ നമുക്ക് പല മെത്തേഡ്സ് ഉണ്ട് വാട്ടറിനെ കൺസേർവ് ചെയ്യാനുള്ള. നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ ഫിഷ് പോണ്ടിൽ നിന്ന് അതിൽ നിന്ന് വരുന്ന വെള്ളം, അതായത് നമുക്കറിയാം ആക്ച്വലി ഫിഷസ് ഉള്ള ടാങ്കിലുള്ള വാട്ടർ എന്ന് പറയുന്നത് വേസ്റ്റ് വാട്ടറായിട്ട് മാറും. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആ വെള്ളം നമുക്ക് വീണ്ടും റീയൂസ് ചെയ്യാൻ പറ്റാത്തൊരു വാട്ടർ കണ്ടന്റ് ആയിരിക്കും അത്. സോ ആ ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ ആ ഒരു കോമ്പൗണ്ടിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് അതിൽ വരുന്ന കോമ്പണൻസിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഈ ആ വാട്ടർ കണ്ട ആ വേസ്റ്റ് വാട്ടറിനെ നമുക്ക് റീസൈക്കിൾ ചെയ്യാൻ പറ്റും. ലൈക്ക് അക്വാകൾച്ചർ ആൻഡ് അഗ്രികൾച്ചറിനെ കമ്പൈൻ ചെയ്തൊരു ഫോം ആയിരിക്കും നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ ഈ ഫിഷ് വാട്ടർ, ഇപ്പോൾ ഫിഷ് വാട്ടറിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഈ ഫിഷിന് നമുക്ക് ഫുഡ് കൊടുക്കുന്നതും അതേപോലെ ആ ഫിഷിന്റെ എക്സ്ക്രീഷൻ കാരണം ഉണ്ടാകുന്ന അതിൽ ഫോം ചെയ്യുന്ന വെള്ളത്തിലെ കണ്ടന്റിലെ അമോണിയ അതേപോലെ നൈട്രജന്റെ പ്രസൻസ് ഉണ്ടായിരിക്കും. ഈ അമോണിയ ആൻഡ് നൈട്രജൻ നമ്മുടെ ചെടികളിൽ വളമായിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. സോ നമുക്കിതിനെ തന്നെ നമുക്ക് ഈ വാട്ടർ തന്നെ നമുക്ക് റീസൈക്കിൾ ചെയ്ത് അതിനെ ഫിൽട്ടർ ചെയ്തതിന് ശേഷം നമുക്കിതിനെ ചെടികളിലും അതേപോലെ വീണ്ടും നമുക്ക് അക്വേറിയത്തിലേക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് മാറ്റാൻ പറ്റും.